പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, റോമ 12:19 കർത്താവ് അരുളി ചെയ്യുന്നു, പ്രതികാരം എൻ്റേതാണ്, ഞാൻ പകരം വീട്ടും എന്ന്. കർത്താവ് നമ്മോട് പറയുന്നത് പ്രതികാരം നാം ചെയ്യരുത്, കർത്താവിൻ്റെ പ്രവൃത്തി നാം ചെയ്യാൻ ശ്രമിക്കരുത്. പ്രതികാരം കർത്താവിൻ്റേതാണെന്ന് കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്. നമുക്കെപ്പോഴാണ് പ്രതികാരം ചെയ്യണമെന്നുള്ള ചിന്തയുണ്ടാകുന്നത്? നമ്മുടെ ഹൃദയത്തിൽ ശത്രുതയും വിദ്വേഷവും വെറുപ്പും നിറയുമ്പോഴാണ് നാം പ്രതികാരം ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഹെബ്രായർ 12:15 വിശുദ്ധ പൗലോസ്ലീഹ നമ്മോട് പറയുന്നുണ്ട്, ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ, വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി മാറുന്നു. അപ്പോൾ ദൈവത്തിൽ നിന്നും നമുക്ക് ലഭിക്കേണ്ട ദൈവത്തിൻ്റെ കൃപ നമുക്ക് നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ അശുദ്ധിയാണ്. യേശയ്യ 1:15 കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. കാരണം നമ്മുടെ ഹൃദയം മുഴുവൻ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ചിന്തകളാണ്. നമ്മുടെ ദുഷിച്ച ചിന്തകളും ദുഷ്പ്രവർത്തികളും അവസാനിപ്പിച്ച് ദൈവഹിതപ്രകാരം ജീവിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ സമൃദ്ധമായി നമുക്ക് ലഭിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:15 കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, മറ്റുള്ളവരോട് നാം ക്ഷമിക്കുന്നില്ലെങ്കിൽ ദൈവം നമ്മുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല എന്ന്. നാം മനസ്സിൽ ശത്രുത സൂക്ഷിച്ചുകൊണ്ട് എത്ര പ്രാർത്ഥിച്ചാലും നമ്മുടെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കുകയില്ല. നാം ബലിയർപ്പിക്കാൻ വരുമ്പോൾ നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കണം. രമ്യതയിൽ വന്നതിന് ശേഷം മാത്രം ബലിയർപ്പിക്കുക എന്നാണ് കർത്താവ് നമ്മോട് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കുവാനും വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനും മനസ്സിൽ ശത്രുതയും വെറുപ്പും വിദ്വേഷവും ഇല്ലാതെ ദൈവഹിതപ്രകാരം ജീവിക്കുവാനുമാണ് നാം പരിശ്രമിക്കേണ്ടത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.